നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി അത്യന്തം അപകടകരമാകുന്ന നിലയിലേക്ക് അധപ്പതിച്ചിരിക്കുകയാണ് എന്ന് റിസർവ് ബാങ്ക് തന്നെ വളരെ വ്യക്തമായി പറയുകയാണ്. ഫിനാൻഷ്യൽ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഈ രാജ്യത്ത് പട്ടിണി പാവങ്ങളുടെ എണ്ണം പെരുകി വരികയാണ്. അതായത് ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അങ്ങേയറ്റം പരിതാപകരമാക്കുന്ന രീതിയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിച്ച് സർക്കാർ ജനങ്ങളോട് കാണിക്കുന്ന പ്രതിബദ്ധത അത് എല്ലാ തരത്തിലും ഒഴിവാക്കുകയാണ്. കൂടുതൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ തഴച്ചു വളരാനും പൊതുമേഖലാ സ്ഥാപനങ്ങളെ കോർപ്പറേറ്റ് വൽക്കരിക്കാനും നരേന്ദ്രമോദി 2014 പ്രധാനമന്ത്രിയായതിനു ശേഷമാണ് തുടങ്ങിയത്. നമുക്കറിയാം, ഇന്ത്യ ഭരിക്കുന്ന BJP തീവ്ര വലതുപക്ഷ നിലപാടുള്ള പാർട്ടിയാണ്. അതായത് ലോകരാജ്യങ്ങളിൽ എടുത്തു നോക്കിയാൽ തീവ്ര വലതുപക്ഷ മനോഭാവമുള്ളവർ അവർ മുതലാളിത്ത സമ്പ്രദായത്തെ എല്ലാ രീതിയിലും പ്രോത്സാഹിപ്പിക്കുകയും അവർ ഒരു കാരണവശാലും സോഷ്യലിസ്റ്റ് നയങ്ങളെ അംഗീകരിക്കാൻ താല്പര്യപ്പെടില്ല. എന്നാൽ BJPയുടെ ഇപ്പോഴത്തെ രീതി എന്ന് പറഞ്ഞാൽ ഏറ്റവും അപകടകരമാകുന്ന രീതിയിലേക്ക് ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ മൂക്കുകുത്തിക്കുന്ന, നശിപ്പിക്കുന്ന രീതിയിൽ നിർമ്മലാ സീതാരാമൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ നടത്തുന്ന പേക്കൂത്ത്, അതായത് ഒരു പുണ്ണാക്കും അറിയില്ലെങ്കിലും കിടന്ന് മെഴുകുകയാണ്. എല്ലാം തനിക്കറിയാം എന്ന രീതിയിൽ വാശിയോടെ മെഴുകുകയാണ്. കേന്ദ്ര മന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരി തന്നെ പറഞ്ഞതാണ്, നിർമ്മലാ സീതാരാമൻ ഒരു വകയ്ക്കും കൊള്ളാത്ത ഒരു മന്ത്രിയാണ്. അവരെ എത്രയും പെട്ടെന്ന് ആ സ്ഥാനത്ത് നിന്ന് പിടിച്ച് പുറത്താക്കി കഴിവുള്ള പ്രാഗൽഭ്യമുള്ള ആരെയെങ്കിലും എടുത്തു വയ്ക്കാൻ. റിസർവ് ബാങ്ക് ഗവർണർ വളരെ വ്യക്തമായി പറഞ്ഞു, പണപ്പെരുപ്പം വലിയ തോതിൽ വർദ്ധിക്കുന്നു. റിപ്പോ നിരക്കിൽ ഉണ്ടാക്കുന്ന മാറ്റം മാത്രമല്ല, ബാങ്കിങ് സമ്പ്രദായത്തെ തന്നെ തകർത്ത് മുടിപ്പിക്കുന്ന രീതിയിലേക്കാണ് വരുന്നത്. ആളുകൾ നിക്ഷേപം എല്ലാ തരത്തിലും മാറ്റിമറിക്കുകയാണ്. കാരണം ആളുകൾ നിക്ഷേപ രീതിയിലേക്കല്ല ബാങ്കുകളെ ഇപ്പോൾ കാണുന്നത്. വായ്പാ രീതികൾ, ബാങ്കുകൾ വായ്പ കൊടുക്കുന്നതിൽ കർശന നിലപാടുകൾ എടുക്കുകയാണ്. മുമ്പ് എങ്ങനെയാണോ ബാങ്കുകൾ വായ്പ നൽകിയിരുന്നത് ആ സമ്പ്രദായത്തെ തന്നെ മാറ്റിമറിക്കുന്നു. കാരണം എന്താണ്? പണത്തിൻ്റെ മൂല്യം വീണ്ടും വീണ്ടും കുറഞ്ഞു വരുമ്പോൾ ഈട് വയ്ക്കുന്ന രീതി അല്ലെങ്കിൽ അതിൻ്റെ സമ്പ്രദായം എന്നത് വായ്പ എടുക്കുന്നതിൻ്റെ 4 ഇരട്ടി മൂല്യമുള്ള എന്തെങ്കിലും ഈട് വയ്ക്കേണ്ട ഗതികേടിലേക്ക് സാധാരണക്കാർ കുഴഞ്ഞു വീഴുകയാണ്. നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള ജൽപ്പനങ്ങൾ കൊണ്ട് നരേന്ദ്രമോദി താൽക്കാലികമായി ഇന്ത്യൻ ജനതയെ പറ്റിച്ചുവെങ്കിലും അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് അതിനെക്കുറിച്ച് വിശദീകരണം പാർലമെന്റിൽ ദീർഘനേരം സംസാരിച്ചതാണ്. കഴിവുകെട്ട ഒരു ധനമന്ത്രിയും അങ്ങേയറ്റം കഴിവുകെട്ട പ്രധാനമന്ത്രിയും കൂടെ ചേർന്ന് ഈ നാട് കുട്ടിച്ചോറാക്കുകയാണ്, നശിപ്പിക്കുകയാണ്.